എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. റവയും ചെറുപഴവും ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 7ഓളം ചെറുപഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കണം. പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാം, കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിൽ മധുരം ഉണ്ടാവും ഈ 4 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതിലേക്ക് 2 ഏലക്കായ കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പോളം റവയാണ് ചേർക്കുന്നത്, റോസ്റ്റ് ചെയ്യാത്ത റവയാണ്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് 1/4 കപ്പോളം തന്നെ നമ്മൾ ഗോതമ്പ് പൊടി കൂടെയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് ആട്ടപ്പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 കപ്പ് കൂടെ അധികമായിട്ട് ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 1/4 കപ്പോളം തന്നെ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല, ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്കിത് കുറേശ്ശായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ബോളുകളായിട്ട് കോരി ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് നമ്മൾ ഒരു മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയം ടു സിമ്മിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നല്ല ഫ്ലെയിമിലാക്കിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞ് പോകും, ഉള്ളു വേവാതെയാവും. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പുറക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ചെറുപഴം ചേർത്തത് കൊണ്ട് തന്നെ ഇത് തമ്മിൽ ഒട്ടി പിടിക്കുക, എണ്ണ പിടിക്കുക ഒന്നും ചെയ്യൂല. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് കോരിയെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ പുറം കാണുമ്പോൾ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്